Hi everyone, welcome to Ray's World of Colors. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഷ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ആണ്. ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത് കാണിക്കാമെന്ന് വിചാരിച്ചത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വൈറ്റ് കളറിൽ നല്ല യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ കാണിക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, തേങ്ങാപ്പാൽ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് പറയും വേണം, ഫീഡ്ബാക്ക് വേണം. എന്നാൽ നമുക്ക് കാണാം അല്ലേ റെസിപ്പി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്ടു. ചെയ്ത് നോക്കണം. നല്ല യമ്മി ആയിട്ടുള്ള സംഭവമാണ് ഇത്. സദ്യക്ക് മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം. വെജിറ്റബിൾ സ്റ്റൂ അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. നല്ല അപ്പത്തിൻ്റെ കൂടെ, അതേപോലെ പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തി, പൊറോട്ട, എന്തിൻ്റെ കൂടെ നന്നായിട്ട് പോവും. ഈവൻ എനിക്ക് ചോറിൻ്റെ കൂടെ നല്ല ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ അതും എന്തെങ്കിലും ഒരു ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കട്ടയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ സദ്യ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സദ്യയിലെ ഇലയിലൊക്കെ വിളമ്പുമ്പോൾ ഒഴുകി നടക്കാതിരിക്കാൻ കുറച്ച് ലൂസായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പലഹാരങ്ങളുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി കാണാം. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് കുറച്ച് വലുതും ഒന്നൊരു മീഡിയം സൈസുള്ളതും. ഒരു 5 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വലിയ എരിവൊന്നുമില്ല, മീഡിയം എരിവേ ഉള്ളൂ. സോ വേറെ ഇനി മുളക് പൊടിയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കുരുമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. സോ വലിയ എരിവൊന്നുമുള്ള ഒരു കറിയല്ല നമ്മൾ വെക്കാൻ പോണത്. ഒരു മീഡിയം സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കഴുകി വെച്ചതുകൊണ്ടാണ് അതിങ്ങനെ മടങ്ങി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും. ഇനി നമുക്കിത് ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നീളത്തിലാണ് അരിയാൻ പ്ലാൻ ചെയ്യണത്. ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആക്കിയിട്ടും. ഈ ഐറ്റംസിൻ്റെ കൂടെ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ്, തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ, ഇത് 3 മാത്രമാണ് ആവശ്യമുള്ളത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഒട്ടും സമയം വേണ്ട. ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചു. സവാളയൊക്കെ ഇങ്ങനെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു ജൂലിയൻസ് ആയിട്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ നടുകീറി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി കുറച്ച് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അത് വേവിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്തിട്ട് മാഷ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഓക്കെ, ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിടാം. സവാളയും ഇഞ്ചിയും കൂടി ഇടാൻ പോവാണ്. ഇനി ഇടാനുള്ളത് ഉരുളക്കിഴങ്ങും പച്ചമുളകുമാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുക. എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്, ഒരുപാട് വേണ്ട. ഞാനൊരു ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഉരുളക്കിഴങ്ങ് വേവണ വരെയാണ് ഇതിൻ്റെ അളവ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് മാഷ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കി. ഇനി ഇത് നമുക്ക് കുറച്ച് വിസിലുകൾ വരണം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിസിലിട്ട് കൊടുക്കാം. വിസിൽ വരട്ടെ. നല്ല മണം വരുന്നുണ്ട്. വിസിലിപ്പോൾ വരും എന്നുള്ള ഒരു 7 നിമിഷത്തിൽ വിസിൽ വരും.
ഞാൻ കുറച്ച് വിട്ട് നിൽക്കുകയാണ്. ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി കുറച്ച് നേരം ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാ ഞാൻ തേങ്ങാപ്പാൽ ഇതാണ് ഒഴിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ തേങ്ങാപ്പാൽ ഞാനൊരു 1/2 ഗ്ലാസ് ഒഴിക്കുന്നത്. നല്ല കട്ടി പാലാണ്, കണ്ടിട്ട് മനസ്സിലാവേണ്ടി തോന്നുന്നു. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യും, പൊടി കലക്കിയിട്ടും അങ്ങനെയൊക്കെ. അപ്പം ലൂസായിട്ട് ഇപ്പോൾ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കട്ടിയിൽ കലക്കിയിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. എന്നാലേ ഇങ്ങനത്തെ പാല് കിട്ടുള്ളൂ, കട്ടിപ്പാൽ. പിന്നെ നമ്മളിപ്പോൾ ക്രീം കിട്ടും, കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു അങ്ങനത്തെ കോക്കനട്ട് മിൽക്കായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ബോട്ടിൽസിലൊക്കെ. അങ്ങനെ വെച്ചാലും അത് ഡൈലൂട്ടൊന്നും ചെയ്യണ്ട, അങ്ങനെ ഒഴിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ ഭയങ്കര സദ്യക്ക് വിളമ്പാനുള്ള കറി വെച്ചാൽ കുറച്ച് കട്ടയായിട്ട് വേണം. അല്ല നമ്മൾ നോർമൽ വേറെ എന്തെങ്കിലും യൂസിനാണ്, ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്തിട്ട് യൂസ് ചെയ്യാം. ബട്ട് സദ്യക്ക് ഉണ്ടാക്കണ കറി വെച്ചാൽ നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കുകയാണ് നല്ലത്, ഇല്ലെങ്കിൽ ഒഴുകി നടക്കും ഇലയിൽ. വിസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇനി ഇതൊന്ന് നമുക്ക് അധികം വെള്ളമില്ല, ഇനി പക്ഷേ നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി തിക്നെസ് ആവും. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇതിലിപ്പോൾ ഒരുപാട് വെള്ളമില്ല, ബട്ട് സ്റ്റിൽ കുറച്ചൊന്ന് ഒന്നും കൂടി ഒന്ന് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ പിന്നെ അത് കറക്റ്റായിട്ടുണ്ടാവും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് നേരം പിന്നെ തിളപ്പിക്കില്ല. ഇതൊക്കെ അറിയുണ്ടാവും എല്ലാവർക്കും, പക്ഷേ എന്താ പറയുക, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സായിട്ട് കണക്കാക്കിയാൽ മതി കേട്ടോ. ഇതാ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈവൻ തേങ്ങാപ്പാൽ ഒഴിക്കണത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് തള വരുമ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യും വേണം. ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ കുറച്ച് കറിവേപ്പില ഇടാൻ പോവുകയാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി. പച്ച വെളിച്ചെണ്ണ ആണ്, അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു മണം വരുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം.